SSLC പരീക്ഷ ആരംഭിച്ചു. ആദ്യ ദിനം മലയാളം, അറബി, സംസ്കൃതം പരീക്ഷകളാണ് നടന്നത്. പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വർഷത്തെ SSLCയുടെ ആദ്യ ദിനത്തിലെ പരീക്ഷ പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാനത്തെ 2923 കേന്ദ്രങ്ങളിലായി 4,35,000-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ആദ്യ ദിനത്തിൽ ഭാഷാ വിഷയങ്ങളിലായിരുന്നു പ്രധാനമായും ഇന്ന് പരീക്ഷ നടന്നിരുന്നത്. ഭാഷാ വിഷയങ്ങളായിരുന്നു ഇന്നത്തെ പരീക്ഷയിലുണ്ടായിരുന്നത്. മലയാളം, അറബി, ഉറുദു തുടങ്ങിയ ഭാഷാ വിഷയങ്ങളിലാണ് ഇന്ന് പരീക്ഷ നടന്നത്. നമുക്കറിയാം, കനത്ത ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം പ്രത്യേകം ഈ ഒരു പരീക്ഷാ ഹാളുകളിൽ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതർ എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ കുടിവെള്ളവും മറ്റും കരുതിയിരുന്നു. ഉച്ചയ്ക്ക് 1:30 വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചത്. 1:45 ചോദ്യപേപ്പറുകൾ നൽകുന്നു. 2 മണിയോടുകൂടിയാണ് എഴുത്തുപരീക്ഷ ആരംഭിച്ചത്. 3:30 പരീക്ഷ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യ പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ല എളുപ്പമായിരുന്നു. ഈ ഒരു ചൂടും കാര്യങ്ങളും ഹാളിൽ എങ്ങനെയാണ്? കുഴപ്പമില്ല. ക്ലാസ്സിലായിട്ട് ബുദ്ധിമുട്ടില്ല. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. നല്ല ടീച്ചേഴ്സാണ്. പിന്നെ അടുത്ത പരീക്ഷ ഏതാണ്? അടുത്ത മലയാളം സെക്കൻഡ് പേപ്പറാണ് നാളെ. അതിന് വേണ്ടിയിട്ട് എല്ലാ ടെൻഷനൊന്നുമില്ല. ക്ലാസ് കയറിയപ്പോൾ ടെൻഷൻ ഉണ്ടെന്ന്, പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഫ്രീ ആണ്. അത് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നല്ല കൂളായിരുന്നു. അപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റി. ഇനി അടുത്ത പരീക്ഷ മലയാളം സെക്കൻഡ് പേപ്പറാണ്. അതിന്റെ പഠനമൊക്കെ കഴിഞ്ഞു? എങ്ങനെയാണ്? ഇന്നും കൂടെ പോയിട്ട് കുറച്ച് പഠിച്ചിട്ട് എങ്ങനെയായിരുന്നു ഈ ഒരുക്കങ്ങളൊക്കെ? SSLC ആണ്, സ്വാഭാവികമായിട്ട് അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയായിരുന്നു? പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതെ പോയി. ഇന്നത്തെ എക്സാം നല്ല എളുപ്പമായിരുന്നു. പിന്നെ ഇനി നാളത്തെ മലയാളം സെക്കൻഡ്, അത് കുഴപ്പമില്ല. ആദ്യ പരീക്ഷ കഴിഞ്ഞ് രണ്ടാമത് നാളെ നടക്കാനിരിക്കുന്ന മലയാളം സെക്കൻഡ് പേപ്പർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ കടക്കുന്നത്. അതിനുശേഷം ഫിസിക്സ് പരീക്ഷയാണ്. ഈ മാർച്ച് 28 ഈ വർഷത്തെ SSLC പരീക്ഷകൾ പൂർത്തിയാകുക. അതിനുശേഷം 54 കേന്ദ്രീകൃത കേന്ദ്രങ്ങളിലായി ഏപ്രിൽ 5 മുതൽ 2 ഘട്ടങ്ങളിലാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടക്കുക. എന്തായാലും ആദ്യ ദിനത്തിലെ പരീക്ഷകൾ പൂർത്തിയാകുമ്പോൾ കനത്ത ചൂടുണ്ടെങ്കിലും പരീക്ഷാളിൽ അത് സംബന്ധിച്ച പ്രശ്നങ്ങളൊന്നും തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല എന്നൊരു പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.